നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. കേരളത്തിൽ +2 പ്രാക്ടിക്കൽസ് പബ്ലിക് എക്സാം നടക്കുന്നു, പല സ്കൂളിലും മോഡൽ നടക്കുന്നു. എന്തായാലും നിങ്ങൾ തന്നെ പറയുക, +2ൻ്റെ പ്രാക്ടിക്കൽസ് എങ്ങനെയുണ്ട്? അത് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നന്നായിട്ട് പഠിച്ചോ? ഏത് വീഡിയോസ് കണ്ടാലും അത് നിങ്ങൾ കണ്ട് പഠിച്ച് പ്രയോജനപ്പെടുത്തി നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 40 മാർക്കാണ് പ്രാക്ടിക്കൽസ്. പ്രത്യേകിച്ചും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സുവോളജി, കമ്പ്യൂട്ടർ സയൻസ് എല്ലാത്തിനും അത്യാവശ്യം പ്രാക്ടിക്കൽസ് ആയി. അന്നേരം ഏറ്റവും നന്നായിട്ട് പ്രാക്ടിക്കൽസ് ചെയ്യുക. ഇനി പ്രാക്ടിക്കൽസ് ചെയ്യാൻ പോകുന്ന കുട്ടികളും ഒരു ടെൻഷനും ഇല്ലാതെ, എന്നാൽ അത്യാവശ്യം നമ്മൾ കാര്യമായിട്ടൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം പ്രാക്ടിക്കൽസിന് പോവുക. കാരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ പ്രാക്ടിക്കൽസിനോടൊപ്പം, ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നതിന് പ്രധാന കാരണം പ്രാക്ടിക്കൽസിനോടൊപ്പം നിങ്ങൾ തിയറിക്ക് വേണ്ടിയുള്ള പഠനം നന്നായിട്ട് +2 ചെയ്യണം. കാരണം പല കുട്ടികൾക്കും നിങ്ങൾ ശരിക്കും കമൻറ്റ് ചെയ്യുക, ഒരു സബ്ജക്റ്റുകൾ എനിക്കൊന്ന് പല കുട്ടികളും 90% നോക്കിയിട്ട് പോലും ഇല്ല. പല ചാപ്റ്റേഴ്സിൻ്റെ പേര് പോലും ചിലപ്പം കുട്ടികൾ മറന്നുപോയി കാണും. ഇനി ഒന്നേന്ന് തുടങ്ങാനിരിക്കുന്ന കുട്ടികൾ കാണും. പക്ഷേ അത് ഡേഞ്ചർ സോൺ എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കലൊക്കെ ചെയ്ത് തീരുമ്പോൾ ചിലപ്പോൾ ചില സ്കൂളിലൊക്കെ ഫെബ്രുവരി 10, 15 ഒക്കെയാണ്. 17-ാം തീയതി മോഡലാണ്, 21-ാം തീയതി മോഡൽ തീരും. പെട്ടെന്നാണ് പിന്നെ എല്ലാ പബ്ലിക് എക്സാമിലോട്ട് കടന്നു വരുന്നത്. അത് നിങ്ങൾ തിയറി മാക്സിമം ഓരോരോ വലിയ ചാപ്റ്ററുകൾ, ഇപ്പം ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ, കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കെമിസ്ട്രി ആണെങ്കിൽ ഓർഗാനിക്കിൻ്റെ ചാപ്റ്ററുകളൊക്കെ മെയിൻ ചാപ്റ്ററുകളൊക്കെ തീർത്ത് സമയം എടുത്ത് നല്ലപോലെ തീർത്ത് വെക്കുക. ഫിസിക്സിൻ്റെ മെയിൻ ചാപ്റ്ററുകളൊക്കെ റയോപ്റ്റിക്സോ ACO ആദ്യത്തെ 4 ചാപ്റ്ററൊക്കെ അങ്ങനെയുള്ളതെല്ലാം തീർത്ത് വെച്ചിട്ട് പ്രാക്ടിക്കൽസിനോട് സമയമാകുമ്പോൾ പ്രാക്ടിക്കൽസിനോട് പഠിച്ചുകൊണ്ട് പോവുക. പ്രാക്ടിക്കൽസിന് മാത്രമായിട്ട് സമയം കളയരുത്. അത് നിങ്ങൾക്ക് ചിലപ്പം ദോഷം ചെയ്തേക്കും. അന്നേരം എല്ലാവർക്കും പ്രാക്ടിക്കൽസ് നല്ല മാർക്ക് കിട്ടട്ടെ. ടെൻഷനൊന്നും അടിക്കാതെ പ്രാക്ടിക്കൽസ് പഠിക്കുക. ഒപ്പം തിയറിക്കൂടെ നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. നെവർ എവർ ഗിവ് അപ്പ്.